ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുകയും അവരെ ഇസ്രായേലിലെ നഷ്ടപ്പെട്ടു പോയവരിടക്കിലേക്ക് അയക്കുകയുമാണ്. അതായത് അവിടുത്തെ രക്ഷാകര ചരിത്രം തുടർന്നു കൊണ്ടുപോകാനായി അവിടുന്ന് ചില മനുഷ്യരെ തിരഞ്ഞെടുക്കുകയാണ്. നമ്മൾ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെക്കുറിച്ച് പ്രത്യേകമായ വിധം ധ്യാനിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ കാരണം, ഈ രക്ഷാകര പദ്ധതി പെട്ടെന്ന് സംഭവിച്ച ഒരു കാര്യമല്ല. ദൈവത്തിന് വളരെ വ്യക്തമായ പദ്ധതി അതിനെക്കുറിച്ചുണ്ട്. കാരണം ഓരോ മനുഷ്യനെയും വീണ്ടെടുക്കേണ്ടതിന് വേണ്ടിയാണ് അവിടുന്ന് ഈ രക്ഷാകര പദ്ധതി പൂർത്തീകരിച്ചിരിക്കുന്നത്. രക്ഷാകര പദ്ധതി ആരംഭിച്ചത് അവിടുത്തെ മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും ആ രക്ഷാകര പദ്ധതി അവിടുന്ന് പൂർത്തീകരിച്ചു. ഇനി മനുഷ്യരായ നമ്മൾ അതിൻ്റെ ഭാഗമായി തീരുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പം അങ്ങനെ അവിടുന്ന് ആ പദ്ധതിയുടെ ഭാഗമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. 12 അപ്പോസ്തലന്മാരെ അവിടെ നിന്ന് അയക്കുന്നത് നഷ്ടപ്പെട്ടു പോയ ഇസ്രായേലിൻ്റെ അടുക്കിലേക്കാണ്. പ്രത്യേകം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ യഹൂദരല്ലാത്ത അല്ലെ വിജാതിയരുടെ അടുക്കിലേക്ക് പോകരുതെന്ന്. അപ്പം ഇതിനെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത് യേശുനാഥൻ വിജാതിയരെ ഒഴിവാക്കി എന്നതിനെക്കുറിച്ചല്ല. കാരണം മത്തായിയുടെ സുവിശേഷം അവസാനിക്കുമ്പോൾ ലോകം മുഴുവനും പോയി സുവിശേഷം പ്രഘോഷിക്കാൻ യേശുനാഥൻ തന്നെ പറയുന്നത് നമ്മൾ കാണും. അപ്പോൾ പിന്നെ എന്താണ് ഇത്? അവിടുത്തെ പദ്ധതിയുടെ ഭാഗമാണ്. അതായത് ഓരോ മനുഷ്യരെയും ലഭിക്കേണ്ടതിന് അവിടുന്ന് പദ്ധതി പ്രത്യേകമായ വിധം വിഭാവനം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് നഷ്ടപ്പെട്ടു പോയ ഇസ്രായേലിൻ്റെ അടുക്കിലേക്ക് ആദ്യം അയക്കാൻ പറയുന്നത്. കാരണം അവരെ വീണ്ടെടുക്കണം, അവരിലൂടെ ഇനി ലോകത്തെ മുഴുവനും വീണ്ടെടുക്കാനാണ് അവിടുത്തെ പദ്ധതി. കാരണം ഏറ്റവും ആദ്യം തന്നെ ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ചവരാണ് ഇസ്രായേൽക്കാർ. അബ്രഹാത്തിലൂടെയാണ് ഈ ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കാനായി അവിടുന്ന് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ പദ്ധതിയുടെ ഭാഗമാണ് അവിടെ നീ പറയുന്ന വാക്കുകൾ. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു തെറ്റായ രീതിയിൽ ചിന്തിക്കേണ്ട കാര്യമല്ല. പ്രത്യേകിച്ച് യേശുനാഥൻ വിജാതിയരെ ഉപേക്ഷിച്ച് സ്വജാതിയരുടെ അടുക്കിലേക്ക് അയക്കപ്പെട്ടു, അങ്ങനെയല്ല. അത് അവിടുത്തെ പദ്ധതിയുടെ ഭാഗമാണ്. ഇനി നമ്മൾ എന്താണ് ധ്യാനിക്കേണ്ടത്? ദൈവത്തിന് രക്ഷാകര പദ്ധതി, വ്യക്തമായ പദ്ധതിയുണ്ട്. അവിടുന്ന് വളരെ വ്യക്തമായി അതിനെ വിഭാവനം ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണത് നടപ്പിലാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തീരാൻ നമുക്ക് സാധിക്കണം, അപ്പോസ്തലന്മാർക്ക് സാധിച്ചതുപോലെ. ഇനി മാത്രമല്ല, ഇവിടെ നഷ്ടപ്പെട്ടു പോയ കുറച്ച് ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവം വീണ്ടെടുക്കുകയും എന്നാൽ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്തവർ. ചിലപ്പോഴെങ്കിലും നമ്മൾ ദൈവത്തിൻ്റെ ഈ രക്ഷാകര പദ്ധതിയിൽ നിന്ന് അകന്നു പോകാൻ സാധ്യതയുണ്ട്. അവർക്ക് വേണ്ടി ദൈവം വീണ്ടും പദ്ധതി ഒരുക്കുന്നുണ്ട്. ഇത് ഓരോ മനുഷ്യരെ അവിടെ നിന്ന് സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഈ വചനം ധ്യാനിക്കുമ്പോൾ ചിന്തിക്കേണ്ടത്, നമ്മൾ കർത്താവിൻ്റെ രക്ഷാകര പദ്ധതിയിൽ നിന്ന് അകന്നു പോയവരാണെങ്കിൽ അവിടുത്തെ അടുക്കിലേക്ക് വരാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. എന്നിട്ട് അവിടുത്തെ പദ്ധതിയുടെ ഭാഗമായി മാറണം. നഷ്ടപ്പെട്ടു പോയവരെ ക്രിസ്തുവിന് വേണ്ടി കണ്ടെത്തുന്ന മനുഷ്യരായി നമ്മൾ മാറണം. അപ്പോസ്തലന്മാരെ പോലെ നമ്മളും ആ വിളി സ്വീകരിച്ചവരാണ്. ഈ വചനം ധ്യാനിക്കുമ്പോൾ നമുക്കും കിട്ടിയ ആ വിളി അനുസരിച്ച് നഷ്ടപ്പെട്ടു പോയവരെ ക്രിസ്തുവിന് വേണ്ടി കൂട്ടിച്ചേർക്കുന്ന മനുഷ്യരാകാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മൾ നഷ്ടപ്പെട്ടു പോയവരാണെങ്കിൽ നമുക്ക് തന്നെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തിരികെ വരാം, അവിടുത്തെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി തീരാം. ഈ വചനം ധ്യാനിക്കുമ്പോൾ അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ.